ഹലോ, ഗുഡ് മോർണിംഗ്. നേരെ എഴുന്നേറ്റ് റൂമിൻ്റെ ജനലൊക്കെ തുറന്ന് കുറേ നേരം പുറത്തോട്ട് നോക്കിയിരിക്കും. ഗ്രീനറിയും മഞ്ഞും തണുപ്പും കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് കുറേ നേരം അങ്ങനെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മുടെ മനസ്സിന്. അത് കഴിഞ്ഞ് റൂമിൻ്റെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പം നട്ട ചെടികളും ഒക്കെ കണ്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. അതൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ കിട്ടുന്നത്. അങ്ങനെ രാവിലത്തെ ചായ എടുത്ത് പുറത്ത് വന്ന് കുറേ നേരം നിൽക്കും. ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ് അവിടെ ഇന്ന് തന്നെ തട്ടിക്കൂട്ടും. അപ്പോഴാണ് ഈടമോൻ എഴുന്നേറ്റ് വന്നത്. അമ്മയെ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈടമോനെ കുറേ നേരം ഒക്കത്ത് കയറ്റി ഇരുത്തി അവിടെ നിന്ന് കണ്ട് അങ്ങനെ ഈടമോനുള്ള പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചായ ഇട്ടപ്പം കുഞ്ഞിന് പാല് മാറ്റി വെച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞൊന്ന് ഓക്കെ ആവണം. ഓക്കെ ആയിട്ട് അവന് പാലൊക്കെ കൊടുക്കും. അന്നേരം പാലൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞ് എനിക്കൊരു ബിസ്ക്കറ്റ് വേണം അമ്മയെന്ന്. കാരണം ഇന്നലെ വൈകിട്ട് സ്നാക്സ് ബിസ്ക്കറ്റായിരുന്നു കൊടുത്തത്. അതുകൊണ്ട് രാവിലെ അങ്ങനെ അധികം ബിസ്ക്കറ്റിനോടൊന്നും താല്പര്യമില്ല. അച്ചപ്പം, മുറുക്ക്, കുഴലപ്പം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കുഞ്ഞിന്. അങ്ങനെ എൻ്റെ ചായയും കുഞ്ഞിൻ്റെ പാലുമായിട്ട് ഞാനെടുത്തുകൊണ്ട് വന്നു. ഏകദേശം കുഞ്ഞിൻ്റെ പാലൊക്കെ ആറി. ഇനിയിപ്പോൾ അവന് പാൽ കൊടുക്കണം. ആഹാരം കൊടുക്കുന്നൊരു വലിയ ടാസ്ക്കാണ്. പുറയിലൊക്കെ നടന്നും ഓരോന്നൊക്കെ കാണിച്ചിട്ടൊക്കെ ആഹാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആശാൻ പൊതുവെ ഇച്ചിരി ആഹാരം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്. സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിസ്ക്കറ്റ് ഒഴിച്ച് ബാക്കി സ്നാക്സിനോടൊക്കെ അധികം എരിവില്ലാത്ത സ്നാക്സിനോടൊക്കെ വലിയ മധുരവും എരിവില്ലാത്ത സ്നാക്സിനോടൊക്കെ ഇത് ഇഷ്ടമാണ്. അങ്ങനെ ആശാനെ ഇത് ഓടിയും ചാടിയൊക്കെ വന്ന് സോഫയിലിരുന്നു. അങ്ങനെ ഞാൻ ആ പാൽ കൊടുത്തു കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ സൈഡ് ഗ്യാപ്പിലൂടെ റെഡിയാക്കി. പിന്നെ ലഞ്ചിന് വേണ്ടിയുള്ള ഓമയ്ക്കത്തോരൻ വെക്കാമെന്ന് വെച്ചാൽ ഞാൻ ഓമയ്ക്കൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പം എടുക്കാൻ വേണ്ടി അത് വെച്ചു. കൂടെ ഞാൻ അരപ്പാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും ഒരു പച്ചമുളക് 3-4 വെളുത്തുള്ളിയും ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് പെട്ടെന്ന്, കാരണം കുഞ്ഞിനോട് കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല. എരിവ് ബുദ്ധിമുട്ടാണ് കുഞ്ഞിന്. കൊണ്ടുപോയോ? അയ്യോ, പോട്ടെ. അങ്ങനെ അരപ്പാക്കി. പിന്നെ അങ്ങനെ അരപ്പൊക്കെ ആക്കി തോരനിലേക്ക് ആഡ് ചെയ്തു. ആവിയിൽ അത് വെന്ത് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല, ജോലി ചെയ്ത ടൈമിൽ ആണോ ആളിനെ എടുക്കാത്തതിനാന്ന് തോന്നുന്നു. ബെഡ്റൂമിൽ വന്ന് കതവൊന്ന് ചാരിയിട്ട് നേരെ പിണങ്ങി കിടക്കുക. ഇതാണ് ആളെപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി. പിണക്കക്കാരനാണ് ആശാന്. പിന്നെ സംസാരിച്ചു, ആൾ ഓക്കെ ആയി. വെള്ളം കുടിക്കുമ്പം അതിൻ്റെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് ബോട്ടിൽ പിടിക്കത്തില്ല. തുറക്കാനടുത്ത് വാശി ബോട്ടിലാണ് പിടിച്ച് കുടിക്കുന്നത്. എന്നാൽ കുടിച്ചോട്ടെ. അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഞാനെൻ്റെ കുക്കിങ്ങിലേക്ക് കയറി. ഞാൻ ഈടമോനൊരു മുട്ട പൊരിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്. അവൻ പറഞ്ഞു എനിക്ക് മുട്ട വേണമെന്ന്. അപ്പം അങ്ങനെ കുഞ്ഞിന് മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ മുട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയുമേ ചേർക്കത്തുള്ളൂ. പച്ചമുളകൊന്നും ചേർക്കത്തില്ല, ഉള്ളിയും. കാരണം അതൊന്നും കുഞ്ഞിന് ഇഷ്ടമല്ല. പിന്നെ ഒരുപാട് എരിവും പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് അവന് ഞാൻ പൊരിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇടമോൻ എൻ്റെ കുരുമുളക് ഇരിക്കുന്ന ബോട്ടിലെടുത്തത്. അവനതൊക്കെ ഒന്ന് നോക്കുവാണ്. ബോട്ടിലാണെങ്കിൽ ഒരു മോളി പൂവിൻ്റെ പോലെ കറക്കുന്ന ഇതുണ്ട്. അതൊക്കെ കറക്കി അവസാനം അത് പൊട്ടിച്ച് താഴോട്ടങ്ങിട്ട്. പിന്നെ എനിക്കത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ആശാനെ എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പത്ത് കയറി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാൻ മുട്ട പൊരിക്കുമ്പോൾ പാൻ ചൂട് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലാണ് ഞാൻ കുഞ്ഞിന് പൊരിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ നെയ്യുടെ ഒരു ഇതുകൊണ്ട് കുഞ്ഞ് കഴിച്ചോളും. മുട്ടയൊക്കെ ഒഴിച്ച്
അങ്ങനെ മുട്ട പൊരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പൊരിച്ചതും ഒരു ഏത്തയ്ക്കയും പിന്നെ പാലും കൊടുത്തായിരുന്നു. കുഞ്ഞിന് രാവിലെ അത് ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലും ഇന്ന് പിന്നെ വലിയ രീതിയിലുള്ള ഇതുണ്ടാക്കാമെന്ന് വെച്ചില്ല. കാരണം ഇത് തന്നെ രാവിലെ ഇടമോൻ ഓക്കെയാണ്. ഞങ്ങൾക്ക് പിന്നെ ചപ്പാത്തി ഇരിപ്പുണ്ട്. ചപ്പാത്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല കുഞ്ഞിന്. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു പ്ലാനുണ്ട്. ഇന്നെനിക്ക് ഡേ ഓഫ് ആയതുകൊണ്ടും കുഞ്ഞിന് ഇന്ന് പ്ലേ സ്കൂളിൽ വിടുന്നില്ലെന്ന് വെച്ചു. കാരണം ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം, അമ്മച്ചിയെ കാണാൻ വേണ്ടി പോകണം. അമ്മച്ചി കുറച്ച് ദിവസമായിട്ട് പരാതി പറയുന്നു കുഞ്ഞിനെ കാണണമെന്ന്. അങ്ങനെ ഇന്നൊന്ന് പ്ലാൻ ചെയ്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെ ആൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുഞ്ഞിനെ ഒന്ന് കൊടുത്ത് ഓക്കെ ആക്കിയിട്ട് വീട്ടിലെല്ലാം ഒന്ന് ഓക്കെ ആക്കി ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ കാണാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായി. അങ്ങനെ പോകാനൊക്കെയുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം റെഡിയാക്കി അങ്ങനെ ഇറങ്ങിയാണ്. അവൻ്റെ ഹാപ്പി ഉണ്ടല്ലേ, എവിടെയും പോകുന്ന കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഇതാണ്. ബാ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോകുന്ന പ്ലാനാണ്. കാരണം സ്കൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്ക്കാണ്. കാരണം ഈ വൈകിട്ടൊക്കെ ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ട് വൈകിട്ട് മഴയൊക്കെ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകുന്നതല്ലേ. അപ്പം ബസ്സാണ് ബെറ്റർ. കാരണം ഇവിടെ നിന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടെ നിന്നൊരു 3 മിനിറ്റ് മതി. ബസ് സ്റ്റോപ്പ് അടുത്താണ്. അങ്ങനെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം യാത്രയൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞിനെ പ്ലേ സ്കൂളിൽ വിടാമെന്ന് വെച്ചത്. അപ്പം ഇതാണ് ഞങ്ങളുടെ സ്ഥലം, അടൂരാണ്. അടൂരെത്തി. അങ്ങനെ ആൾ പറഞ്ഞ് ബസ്സിൽ കയറി കഴിഞ്ഞപ്പം കുഞ്ഞിന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വെള്ളം കുടിച്ച് പകുതിയായപ്പോൾ വെള്ളം കുടിച്ച് എൻ്റെ കുഞ്ഞ് കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം മേടമോൻ്റെ അങ്ങനെ എവിടെ ഞങ്ങൾ ട്രാവലിംഗ് പോയാലും കുഞ്ഞ് കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങും. അവനങ്ങനെ കാഴ്ചകളൊന്നും പൊതുവെ കാണത്തില്ല. അവനെ കയ്യിലിരുന്നങ്ങ് പെട്ടെന്ന് ഉറങ്ങും. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമാണ്. കാരണം എനിക്ക് പൊതുവെ ബസ്സിൽ പോയാൽ ഇച്ചിരി വൊമിറ്റ് ചെയ്യുന്നൊക്കെ ടെൻഡൻസി ഉള്ളൊരു ആളായതിനാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാരണം ഇന്നധികം മഴയില്ല. കാരണം ഇതിപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ആ റൂട്ടാണ് പോകുന്നത്. പിന്നെ കണ്ടെൻ്റെ പാവം കുഞ്ഞ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ബസ്സിൽ കയറിയപ്പം തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയതാണ് ആൾ. ഞങ്ങളോട് എത്തിച്ചേർന്നു. അതിനടുത്തൊരു കടയിൽ അമ്മച്ചിക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അമ്മച്ചിയോട് ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നടന്ന് കളിച്ച് ഞങ്ങൾ പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ തിരിച്ചു. ബസ്സിൽ കയറി പിന്നെയും ആൾ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞുറങ്ങി. കുഞ്ഞിനെ കിടത്തി. ഇനിയിപ്പം നല്ലൊരു ഉറക്കം പാസ്സാക്കണം. ഭയങ്കര ചൂടൊക്കെയാണ്, ഭയങ്കര ക്ഷീണമായിപ്പോയി. ഓക്കെ, ബൈ.